മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടപ്പെട്ട പരമ്പര തന്നെയാണ് ഉപ്പും മുളകും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പും മുളകും നമുക്ക് മുന്നിലേക്ക് എത്തിയത്. നമുക്കേറെ സുപരിചിതരായ നീലുവും ബാലുവും അവരുടെ മക്കളും മുടിയനും ജൂഹിയും അങ്ങനെ എല്ലാവരും. കേശുവിന്റെയും ശിവാനിയുടെയും കുറുമ്പും മുടിയന്റെ ദേഷ്യവും അങ്ങനെ എല്ലാം ചേർന്ന രസമായിരുന്നു ഉപ്പും മുളകും. ബാലുവും നീലുവും മക്കളും അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരായ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അതിലെ പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ്. ഇതിനിടയിലും വളരെ നല്ല രീതിയിൽ തന്നെ ഉപ്പും മുളകും മുന്നോട്ട് പോകുന്നുമുണ്ട്. ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പും മുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിന്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറയുന്നത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശു എന്ന കഥാപാത്രമായി അൽസാബിത്ത് എത്തിയത്. ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹവും കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിന് ഉണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ്. ഈ പരമ്പര തുടങ്ങിയ സമയത്ത് തന്നെ പലപ്പോഴും ശിവാനി അലീനയുടെ കാര്യം പറഞ്ഞ് വഴക്കിടുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന്റെ സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് കേശുവും മെർലിനും. കാറിൽ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഇതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നതോടെ പ്രശ്നം കൂടുതൽ വഷളായി. അങ്ങനെ കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നത് എന്നായി അലീനയുടെ പറച്ചിൽ. എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ മെർലിനെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു. ഇതോടെ രണ്ടുപേരും കേശുവിനെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ്. സത്യത്തിൽ പാറുക്കുട്ടി കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു ഈ കല്യാണം. മുൻപും സമാനമായ രീതിയിൽ ഉപ്പുമുളകിലെ കുട്ടികൾ വിവാഹിതരാകുന്നത് കാണിച്ചിട്ടുണ്ട്. 1000 എപ്പിസോഡ് പൂർത്തിയായപ്പോഴാണ് ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ജൂഹിയുടെ വിവാഹം നടത്തിയത്. ആ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയില്ല. പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയന്റെ വിവാഹവും കാണിച്ചിരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ വളർച്ച അല്ലെങ്കിൽ വിവാഹമൊക്കെ ആയ സമയത്തിന് ശേഷം ഈ സീരിയലിന്റെ റീച്ച് കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്.